പുരാണ പ്രസിദ്ധനായ ഒരു മുനിയാണ് മുൽഗലൻ. ഇദ്ദേഹത്തിന് ഒരിക്കലും കോപം തീണ്ടിയെന്നില്ലെന്ന് പറയുന്നു. ഒരിക്കൽ നാരദ മഹർഷി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന ദുർവാസാവിന് സമീപത്തെത്തി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: ലോകം ഏതൊരുവനെയും ബഹുമാനിക്കുന്നത് അവന്റെ ശീലഗുണങ്ങൾ അടിസ്ഥാനമാക്കിയാണല്ലോ. ഉദാഹരണമായി അങ്ങയെ ലോകം ആദരിക്കുന്നത് അങ്ങയുടെ കോപശക്തിയുടെ ആധിക്യത്തെക്കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ടാണല്ലോ. പക്ഷേ മുൽഗലന്റെ കഥയോ? ദുർവാസാവ് മഹർഷി ഗൗരവം വഴിയുന്ന കണ്ണുകൾ ഉയർത്തി ചോദിച്ചു: മുൽഗലനോ? ആരാണത്? അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ആധാരമായി താങ്കൾ ഗണിക്കുന്നത് എന്തിനെയാണ്? മഹർഷി, സുപ്രസിദ്ധമായ കുരുക്ഷേത്രത്തിൽ വസിക്കുന്ന ഒരു മുനിയാണ് മുൽഗലൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കോപിച്ചിട്ടേയില്ല, നാരദൻ അറിയിച്ചു. എങ്കിൽ അതൊന്നറിയുക തന്നെ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി മുൽഗലന്റെ ആശ്രമത്തിലേക്ക് യാത്രയായി. തന്റെ ആശ്രമത്തിലെത്തിയ ദുർവാസാവിനെ മഹർഷി ബഹുമാനാദരങ്ങളോടെ സമീപിച്ചിരുത്തി. അനന്തരം അന്ന് പകൽ മുഴുവൻ ഭിക്ഷയാചിച്ച് കിട്ടിയ ഭക്ഷണം മുഴുവൻ ദുർവാസാവിന് നൽകുകയും ചെയ്തു. ദുർവാസാവ് അതിൽ നിന്നും കുറച്ചെടുത്ത ഭക്ഷണം ശേഷം അവശേഷിച്ചവയെടുത്ത് പുറത്തേക്കെറിഞ്ഞു. മുൽഗലൻ പ്രസന്നതയോടെ അതും നോക്കി നിന്നു. അടുത്ത പ്രഭാതമായി. പ്രഭാത വന്ദനത്തിന് ശേഷം തിരിച്ചു വന്ന ദുർവാസാവ് ആശ്രമത്തിലെ സകല വസ്തുക്കളും പുറത്തേക്കെറിഞ്ഞൊടിച്ചു. മുൽഗലന്റെ മുതുകിൽ പ്രഹരിച്ചു. കൂപ്പുകൈകളോടെ നിന്ന മുൽഗലൻ ദുർവാസാവിനോട് പറഞ്ഞു: മഹർഷി, ഞാൻ യാത്രയാകട്ടെ. ഭിക്ഷയെടുത്ത് കിട്ടുന്ന ആഹാരവുമായി ഞാൻ ഉടൻ മടങ്ങിയെത്താം. അതുവരെ അവിടുന്ന് ക്ഷമിക്കുക. മുൽഗലൻ യാത്രയായി. അല്പസമയത്തിനു ശേഷം അദ്ദേഹം മടങ്ങി വരികയും കിട്ടിയ ആഹാര സാധനം ദുർവാസാവിന് നൽകുകയും ചെയ്തു. അതൊന്ന് രുചിച്ചു നോക്കുക കൂടി ചെയ്യാതെ ദുർവാസാവ് പുറത്തെറിഞ്ഞു. ഇത് ദിവസങ്ങളോടും തുടർന്നു വന്നു. പകൽ മുഴുവൻ ഭിക്ഷയെടുത്താൽ കിട്ടുന്ന ഭക്ഷണം ദുർവാസാവിന് നൽകി മുൽഗലൻ പട്ടിണി കിടന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും അക്ഷമനാവുകയോ ദുർവാസാവിനോട് ദുർമുഖം പ്രദർശിപ്പിക്കുകയോ ചെയ്തില്ല. മുൽഗലന്റെ ചര്യകളും ശീലഗുണങ്ങളും ദുർവാസാവിനെ സന്തുഷ്ടനാക്കി തീർത്തു. മുൽഗല, ജ്ഞാനികൾ ഒരിക്കലും അഹന്തയാൽ മതിമറക്കുകയില്ല. ക്ഷമയും അവർക്ക് വിധിച്ചിട്ടുള്ളതാവുന്നു. ഇത്രനാൾ എന്റെ പീഡകൾ സഹിച്ചിട്ടും ഒരിക്കലും കുപിതനാകാത്ത നിന്നിൽ നിന്നും ഞാൻ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. ഇതിന് നിനക്ക് ഞാൻ എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത്? ദുർവാസാവ് ചോദിച്ചു. മുൽഗലൻ വിനീതനായി അറിയിച്ചു: മഹർഷി, ഇന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ക്ഷമയെന്ന വിശിഷ്ട ഗുണം എന്നെന്നും എന്നിൽ നിലനിൽക്കുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും അതുമാത്രം മതി. എന്തും നൽകുവാൻ കഴിവുള്ള തന്റെ വാക്കുകൾ പോലും മുൽഗലൻ പ്രലോഭനത്തിലാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് അതിയായി സന്തോഷിച്ചുകൊണ്ട് ഇപ്രകാരം പൊടിഞ്ഞു: മഹർഷിയെ, നൂറ്റാണ്ടുകൾ കൊടിയ തപം ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒരു വിശിഷ്ട അനുഗ്രഹം ഞാൻ താങ്കൾക്ക് നൽകുന്നു. മുൽഗല, താങ്കൾക്ക് ഉടലോടെ സ്വർഗത്ത് പ്രവേശിക്കുവാൻ കഴിയുമാറാകട്ടെ. ഉടൻ തന്നെ ദേവലോകത്തു നിന്നും വിമാനമായി ദേവകൾ ഇറങ്ങി വന്നു. അവരെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മുൽഗലൻ ചോദിച്ചു: ദേവകളെ, എന്റെ അജ്ഞാനം പുറത്താൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ ഭിന്നമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വർഗത്തെ സുഖഭോഗങ്ങൾ എന്തെല്ലാമാണ്? ദേവന്മാർ അമരത്വവും സൗഭാഗ്യവും നിറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് ഏതൊരുവനും ആഗ്രഹിക്കും ജനിക്കും വിധം സംസാരിച്ചു തുടങ്ങി. അവർ സ്വർഗസുന്ദരിമാരുടെ ലീലാവിലാസങ്ങളും ഐശ്വര്യങ്ങളും വിവരിച്ചു. സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി സാധാരണക്കാർ തരണം ചെയ്യേണ്ട കടമകളെക്കുറിച്ചും അവർ വിശുദ്ധമാക്കി. മുൽഗലൻ എല്ലാ സശ്രദ്ധം കേട്ടു. അദ്ദേഹത്തിന്റെ മുഖം നിസ്സംഗമായി തന്നെ തുടർന്നു. അനന്തരം മുൽഗലൻ ഇങ്ങനെ അപേക്ഷിച്ചു: സ്വർഗലോക പ്രവേശനം എനിക്ക് സാധ്യമാക്കിയ അല്ലയോ മഹർഷി, ദേവകളെ, എന്നോട് പുറത്താലും സ്വർഗലോകത്തെ സുഹൃത സൃഷ്ണകൾ എന്നെ ആകർഷിക്കുന്നതേയില്ല. കഷ്ടിച്ചൊരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ഭഗവത് ചരണങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് ഭൂമിയിൽ വസിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം. അല്ലയോ വിശിഷ്ടരെ, ഭൂമിവാസം മാത്രം എനിക്ക് മതിയാവും. മുൽഗലന്റെ വാക്കുകൾ ദുർവാസാവിനെയും ദേവകളെയും അമ്പരിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തു. മഹർഷിയെ, താങ്കളെ ഞങ്ങൾ നമിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷിയും ദേവകളും മുൽഗലയെ നമിച്ച ശേഷം അപ്രത്യക്ഷനായി. അടുത്തത് യക്ഷേശ്വരൻ ദേവകളുടെ അഹങ്കാരം ശമിപ്പിച്ച കഥയാണ്. തുടരും.